എന്താ ഇത്? വെജിറ്റബിൾസോ? മീറ്റ് ഇല്ലേ? ഇറച്ചി കിട്ടിയില്ല മോനെ. എന്താ രാജു ഇത്? വന്നതിന്റെ വർഷത്തിൽ അല്പം കൂടുന്നുണ്ട് കേട്ടോ. I couldn't stand with this dirty foods. ഞാൻ പറഞ്ഞില്ല എനിക്ക് ബീഫ് വേണോന്ന്. കിട്ടണ്ടേ മോനെ, മാർക്കറ്റിൽ ഡാഡി പോയതാ. ഡാഡി ഒരു 100 രൂപീസാ, ഞാൻ ഹോട്ടലിൽ പോയി കഴിച്ചോളാം. ഇവനെ കൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ, അവന്റെ സ്വഭാവം അങ്ങനാ. എന്തിനാ ജാനകി ഈ കുട്ടികളെ കൊണ്ടുവരുന്നത്? ഇവിടെ വേലക്കാരി മതി, പരിവാരങ്ങൾ വേണ്ട. എടി ഭയങ്കരി, അവൾ അങ്ങനെ പറഞ്ഞോ? ഒന്നും ഇല്ലേലും ഇങ്ങേര് പണിയെടുത്ത കാശ് കൊണ്ട് കുറച്ചു നാളെ തിന്നതല്ലേ അവളും അവളുടെ മക്കളും. അതെങ്കിലും അവൾ ഓർക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ ഇങ്ങേരെന്ത് കുറ്റം ചെയ്തെന്നാ? പട്ടിണി കിടക്കുന്ന ഇവനൊക്കെ കുറച്ച് വരുമാനം ആയിക്കോട്ടെ എന്ന് കരുതി ഒരു സഹായം ചെയ്യാന്ന് വെച്ചപ്പോ അതായി കുറ്റം. ഇനി അത് പറഞ്ഞ് നാട്ടുകാരെ അറിയിക്കണ്ട. അവൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്കൊരു കുഴപ്പം വരാൻ ഞാൻ നോക്കിക്കോളാം. എന്താ പോരെ? എന്നാലും ഒരു പേടി സാറേ, സാറെങ്ങാനും ഇല്ലാത്തപ്പോ സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചാ? ആരെ വിളിപ്പിക്കാൻ? കേസിന്റെ ഗതി തിരിഞ്ഞില്ലേ? ഇപ്പൊ പാർട്ടിക്കാർക്കായാലും ഫെർണാണ്ടസ് മുതലാളിക്കായാലും ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കാൻ മതി എന്നായി. ആണോ? രാമവും കുഞ്ഞിനും കണ്ടാൽ അറിയാവുന്ന ഒരു 3-4 പേർക്ക് ഒരു ചെറിയ പെറ്റി കേസ് അത്ര ഇനി സംഭവിക്കാനുള്ളൂ. ഈ കണ്ടാൽ അറിയാവുന്നവര് ഞാൻ പെടുവോ? അതിന് തന്നെ ആരെങ്കിലും കണ്ടാൽ അറിയണ്ട എന്റെ കാണാരാ. എന്തിനാ സാറ് ചിരിച്ചത്? നിന്നോടെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്തിന്? ഇലഞ്ഞി തറവാട്ടിൽ ഇങ്ങനെ ഒരു മണിയർ ഒരുക്കിയതിന്. ഒന്ന് പോ സാറേ. സത്യാടി, ചെറുപ്പകാലത്ത് വളരെ ദൂരെ നിന്ന് ഞങ്ങൾ ഈ വീട്ടിലേക്ക് അത്ഭുതത്തോടെ നോക്കുമായിരുന്നു. ഒരു കാലത്ത് തമ്പ്രാക്കന്മാരല്ലായിരുന്നു ഇവര്, ഇപ്പോഴും മോശമല്ല. ഏതായാലും ഈ 5 സ്റ്റാർ സെറ്റപ്പ് നമുക്ക് ശരിക്കൊന്ന് ആഘോഷിക്കണം. ലൈറ്റ് ഓഫ് ചെയ്യട്ടെ? ലൈറ്റ് ഓഫ് ചെയ്യാനോ? അതിനാണോ നമ്മൾ ഇങ്ങോട്ട് വന്നത്? എനിക്ക് നാണം വരുന്നു. നാണം എന്നാ ഞാനൊന്ന് കാണട്ടെ. ഛേ, വേണ്ട സാറേ, എന്നതാ? എന്താ ഇവിടെ ഒരു പപ്പടം ചുടണ മണം വരുന്നേ? പപ്പടോ? നീ ഇവിടെ കിടക്ക്, ഇപ്പൊ നിനക്ക് പല മണം തോന്നും. എന്തേ അമ്മച്ചി? ആളവിടെ ഇല്ല. അവളിവിടെ കാണുമെന്ന് ശ്രദ്ധിച്ചേക്കണം പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഉത്തരവാദിത്തമാണ്. രമണിക്ക് അതൊരു ബുദ്ധിമുട്ടായി കാണും. ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നാട്ടെ, പൂട്ട് തുറന്നിട്ടുണ്ടല്ലോ. രമണി. അയ്യോ, ചതിച്ചോ ഭഗവാനെ.